ആ ശാലിനി മാഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. സർ, മാഡം ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഫംഗ്ഷനിൽ പങ്കെടുത്തോണ്ടിരിക്കുക. എന്തെങ്കിലും പറയണോ? ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു. ബൈപ്പാസിൽ കുറെ ദൂരം റോഡിടിഞ്ഞ് മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് വീണെന്നും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ മിനിസ്റ്റർ തീർച്ചയായും കളക്ടറിനെ അന്വേഷിക്കും. എത്രയും വേഗം മാഡത്തിനോട് ബൈപ്പാസിലുള്ള സംഭവ സ്ഥലത്തേക്ക് എത്താൻ പറയൂ. സർ, ആർക്കെങ്കിലും സീരിയസ് ആയ സിറ്റുവേഷൻ ഉണ്ടോ? അതൊന്നും എനിക്കറിയില്ല. സംഭവ സ്ഥലത്ത് എത്താതെ ഒന്നും പറയാനും പറ്റില്ല. ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വിളിക്കാം. മാഡത്തോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചോളാൻ പറയും. ആ, ഓക്കെ സർ. ഒരു അത്യാഹിതം നടന്നു തോന്നുന്നു. മന്ത്രിമാരൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് ശരിയാ. ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ജോലി സംബന്ധമായ ഒരു വിവരങ്ങളും മനഃപൂർവ്വം വെളിപ്പെടുത്താതെ തന്നെയാ. അങ്ങനെ മതിയെന്ന് കുറുപ്പ് സാറ് പറയുകയും ചെയ്തു. പക്ഷെ ഇനിയും മാഡം ചെല്ലാൻ താമസിച്ച അതൊരു പക്ഷെ വാർത്തയാവും. ഈ മത്സരത്തെയും വാർത്തകളിലേക്ക് വലിച്ചയക്കും. മാഡത്തിന്റെ ശത്രുക്കളെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. പക്ഷേ മാഡത്തിനെതിരെ ഒരു കൊട്ടുകൊട്ടാൻ അവരവസരം നോക്കി ഇരിക്കുകയാണല്ലോ. ശരിയാണു പറഞ്ഞത്. എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്തെത്തണം. ക്ഷമേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോണം. അതുകൊണ്ട് അമ്മയുടെ സഹായത്തിനായിട്ട് നീ ഒന്ന് നിൽക്കണം. കുഞ്ഞേച്ചി, ഞാൻ നിന്നാ... ക്ഷമേ, നീ നിന്നാ മതി. ഞാൻ അമ്മയോട് പറഞ്ഞോളാം. അമ്മേ, ഞാൻ... ആ മോളെ ഞാൻ കേട്ടു. നീ പോയിട്ട് വാ. ഇവളുണ്ടല്ലോ ഇവിടെ. ഞാനെല്ലാം വേണ്ട പോലെ ചെയ്തോളാം. പോയിട്ട് വാ. ക്ഷമേ, രോഹിത്, ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല. പപ്പിയുടെ വെള്ളം പോലും കുടിക്കാണ്ട് കിടക്കുക. അതെ, എന്റെ മോളെ ഈശ്വരൻ രക്ഷിക്കും. എന്നാലും ഇത്രയും വലിയൊരു ചതിക്ക് കൂട്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. നിനക്ക് നോവില്ലല്ലോ. നീ അല്ലല്ലോ പ്രസവിച്ചത്. ചെല്ലടി അങ്ങോട്ട് ചെല്ലാൻ.